എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ നാട്ടിലെ കാലാവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുരുമുളക്. അത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളകെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് വേണ്ട കുരുമുളക് പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും യോജിച്ചത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ചില സ്ഥലത്ത് മഴ കുറവുണ്ടെങ്കിലും ആ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും വളർച്ചയുടെ ആവശ്യഘട്ടങ്ങളിൽ മഴ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുരുമുളക് കൃഷി ചെയ്യുക. കുരുമുളക് ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം പന്നിയൂർ 1 മുതൽ പന്നിയൂർ 7 വരെയുള്ള ഇനങ്ങളുണ്ട്. അതുകൂടാതെ ശുഭകര, ശ്രീകര, കരിമുണ്ട, പഞ്ചമി, പൗർണമി, ബാലൻകൊട്ട, IISR തേവം, IISR മലബാർ എക്സൽ, IISR ഗിരിമുണ്ട, IISR ശക്തി, വിജയ്, ഇതൊക്കെ നമ്മളെ നാട്ടിൽ നല്ല ഉൽപ്പാദനം തരുന്ന കുരുമുളക് ഇനങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് നിന്ന് ആവശ്യത്തിലുള്ള കുരുമുളക് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ നമുക്ക് കുറ്റിക്കുരുമുളക് നടാം. കുറ്റിക്കുരുമുളക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കായ്ക്കാറായിട്ടുള്ള ബ്രാഞ്ചസാണ് കട്ട് ചെയ്തിട്ട് കുറ്റിക്കുരുമുളകായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ കായ്ക്കും. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചട്ടിയിലുണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന കുരുമുളക് കിട്ടും. ഞാനിങ്ങനെ ചെടിയൊന്നും നടാറില്ല. എൻ്റെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് പോലും കുറ്റിക്കുരുമുളക് നടാം. കാരണം നല്ല ഭംഗിയാണ് ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ മറ്റ് പൂച്ചെടിയുടെ ഇടയിൽ ഒരു ഫോളിയേജ് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ കുറ്റിക്കുരുമുളക് നട്ടു കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന കുരുമുളക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കുഞ്ഞിന് പോലും പറിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. കാരണം കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹാർവസ്റ്റിംഗ് ആണ്. ഇത് വലിയ മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതിൽ കയറി അത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറ്റിക്കുരുമുളക് കൃഷി നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ദ്രുതവാട്ടാണ്. ദ്രുതവാട്ടം എന്ന് പറഞ്ഞാൽ ദ്രുതമായി വാടുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം, ക്വിക്ക് വിൽറ്റ്. ഇതിൻ്റെ ഇലയുടെ അരികിന്ന് കരിഞ്ഞ് അകത്തേക്ക് വരും. പിന്നെ തണ്ടുകൾ കരിയാൻ തുടങ്ങും. പിന്നെ അതിലുള്ള കുരുമുളക് മണികളൊക്കെ തന്നെ പൊഴിഞ്ഞു പോകും. പിന്നെ പെട്ടെന്ന് തന്നെ തണ്ട് മൊത്തത്തിൽ വാടിപ്പോവും. അതാണ് ക്വിക്ക് വിൽറ്റിൻ്റെ പ്രധാന ലക്ഷണം. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകുന്ന സമയത്തായിരിക്കും നമ്മളിത് മൊത്തത്തിൽ നമ്മൾ നശിച്ചു പോയി എന്ന് മനസ്സിലാവുക. കുരുമുളകൊക്കെ തന്നെ പൊഴിഞ്ഞു പോയി ഇലകൾ അരികിൽ കരിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ചെടി നഷ്ടപ്പെട്ടു പോകും. ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ്രുതവാട്ട രോഗം വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മേൽമണ്ണിൽ നിന്നും അടിമണ്ണിൽ നിന്നും ഉള്ള നീർവാർച്ച ഉറപ്പാക്കണം. മുകളിൽ നിന്ന് മാത്രം വെള്ളം പോയാൽ പോരെ. ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് അതിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഴ വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ മണ്ണിൽ പടർന്നു വരുന്ന ചെന്തലകളുണ്ടല്ലോ, അത് മുറിച്ചു മാറ്റുകയോ താങ്ങുമരത്തിനോട് ചേർത്ത് കെട്ടുകയോ വേണം. പിന്നെ താങ്ങുമരത്തിൻ്റെ കൊമ്പ് കോതി കൊടുക്കണം. എന്നാൽ മാത്രമേ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം അകത്തോട്ട് കയറുള്ളൂ. പിന്നെ പുതുമഴയോട് കൂടിയിട്ട് ഒരു കൊടിക്ക് 1 കിലോഗ്രാം എന്നുള്ള രീതിയിൽ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കണം. മണ്ണ് അധികം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുമ്മായം ചേർത്ത് മണ്ണ് അതുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം ചേർത്ത് കൊടുക്കാം. ഒരു കൊടിക്ക് 10 കിലോ വരെ കൊടുക്കാം. നമ്മുടെ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. 100 കിലോഗ്രാം ജൈവവളത്തിന് 2 കിലോഗ്രാം പൊടിഞ്ഞ ട്രൈക്കോഡർമ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. ഒരു നനഞ്ഞ ചാക്കുകൊണ്ട് മൂടി വെക്കുക. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം റെഡിയായിട്ട് കിട്ടും. ഇതാണ് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 2 തവണ ചേർത്ത് കൊടുക്കാം. അതായത് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പും തുലാവർഷം തുടങ്ങുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഇത് ചേർത്ത് കൊടുത്താൽ തന്നെ ദ്രുതവാട്ട രോഗത്തെ നമുക്ക് അകറ്റി നിർത്താം. ഇറ്റ്സ് നോട്ട് എ കൺട്രോൾ, പ്രൊഫൈലാറ്റിക് മെഷറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുരുമുളകിൻ്റെ വേരുകൾ മുറിയുന്ന രീതിയിൽ തടമെടുക്കാൻ പാടില്ല. കാരണം കുരുമുളകിൻ്റെ വേരുകൾ മുറിഞ്ഞു പോയാലുള്ള പ്രശ്നം ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളുണ്ടല്ലോ, ആ വേരിൻ്റെ അകത്തെ കൂടി തന്നെ അത് പെട്ടെന്ന് അകത്ത് കയറുകയും കുരുമുളക് ചെടിക്ക് ദ്രുതവാട്ട രോഗം വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തുള്ള കാരണമാവുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ. വേരുകൾ മുറിയുന്ന രീതിയിലുള്ള ഇളക്കൽ ഒരിക്കലും ശരിയല്ല. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ശീമക്കൊന്ന പോലുള്ള പെട്ടെന്ന് അഴുകുന്ന പച്ചിലകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളെ അകറ്റി നിർത്താനും രോഗങ്ങളെ പിടിച്ചു കെട്ടാനും ഈ ശീമക്കൊന്ന ഇലകൾക്ക് പറ്റും. അപ്പോൾ ഇത് വെച്ച് കഴിയുന്നതും പൊതയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
രോഗം വരാത്ത തോട്ടത്തിലാണെങ്കിൽ പോലും സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 15 ദിവസത്തിലൊരിക്കൽ തടം കുതിർത്തു കൊടുക്കുന്നത് ഈ ദ്രുതവാട്ട രോഗത്തെ അതേപോലെ തന്നെ കടചീയൽ രോഗത്തെയും അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് വിശ്വസനീയമായിട്ടുള്ള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിച്ചുപയോഗിക്കുന്നതാണ് നല്ലത്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുക, അല്ലാതെ സൂക്ഷിക്കുന്നതിനേക്കാളും നല്ലത് മണ്ണിൽ തന്നെ ഇതിനെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുരുമുളക് നമ്മൾ താങ്ങുകാലിൽ ചേർത്ത് നടാനാണെങ്കിൽ താങ്ങുമരത്തിൽ നിന്നും ഒരു അര അടി 15 സെൻറ്റിമീറ്റർ അകലത്തിൽ വടക്ക് വശത്തായിട്ടാണ് ഒരു 2 അടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അവിടെ വേണം ചെയ്യാൻ. അപ്പോൾ ആ കുഴി ഒന്നിലേക്ക് 5 കിലോഗ്രാം എന്നുള്ള തോതിൽ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളവും മേൽമണ്ണുമായിട്ട് കലർത്തിയിട്ട് കുഴി നിറക്കണം. എന്നിട്ട് നമുക്ക് ജൂൺ മാസം ആദ്യം തന്നെ കാലവർഷം തുടങ്ങുന്നതോട് കൂടി വേര് പിടിപ്പിച്ച 2-3 വള്ളികൾ ഒരു കുഴിയിൽ വരുന്ന രീതിയിൽ നടാം. അപ്പോൾ കുരുമുളക് വള്ളികൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രോഗബാധിത ഇല്ലാത്ത കുരുമുളക് വള്ളികളായിരിക്കണം വാങ്ങേണ്ടത്. അതുപോലെ തന്നെ കട്ടിങ്സിനേക്കാളും സർപ്പൻ്റൈൻ ലെയർ ചെയ്ത തൈകളാണ്, ഇത്തിരി വില കൂടുതലാണെങ്കിൽ പോലും അതാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുണ്ടാവുക. സർപ്പൻ്റൈൻ ലെയർ ചെയ്ത തൈകൾക്കാണെങ്കിൽ വേരുകൾ നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള വേരുകൾ അത്ര ആക്റ്റീവായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സർപ്പൻ്റൈൻ ലെയർ ചെയ്ത തൈകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ താങ്ങുമരത്തിൽ നിന്നും അര അടി അകലത്തിലായിട്ട് വടക്കു വശത്തായിട്ട് നട്ട് ഈ സമയത്ത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഈ സമയത്ത് കുരുമുളക് നടാൻ പറ്റുന്ന ഒരു സമയമായതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.